ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് വേറെ ഒരു വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കിപ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം പറയാം. എൻ്റെ ഈ ഇടത്തെ കൈക്ക് ഒരു 5-6 മാസമായിട്ട് ഇടത്തെ കൈക്ക് ഒരു വേദനയുണ്ട്. എനിക്ക് കൈ പൊക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് തലമുടി കെട്ടണമെന്ന് വിചാരിക്കുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു. 5-6 മാസമായി. അപ്പോൾ പല 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 ഡോക്ടർമാരെയും കണ്ടു, ആയുർവേദം, അലോപ്പതി എല്ലാം കണ്ടു. പക്ഷേ ഇപ്പോഴൊരു 10-15 ദിവസമായി വേറെ ഒരു ആയുർവേദ ഡോക്ടറെയും കൂടെ കണ്ടു. അപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ ഫലമായിരിക്കും, ഏതായാലും കൊള്ളാം. ഇപ്പം എനിക്ക് ആ കൈയുടെ വേദന മാറി. മറ്റേ എനിക്ക് രാത്രി കിടന്ന ഉറക്കമില്ല. എങ്ങനെ കിടന്നുറങ്ങണം, ഇങ്ങനെ എരിഞ്ഞ് കിടക്കണം, എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടതെന്ന് പോലും അറിയാൻ വയ്യ. അങ്ങനെ ഉറക്കമില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ആ കൈയുടെ കാര്യമേ എനിക്ക് ചിന്തയില്ല. അപ്പോൾ അതിന് കുറച്ച് അവസാനം കണ്ട ഡോക്ടർ പറഞ്ഞ എക്സർസൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈക്ക് വേദനയുണ്ടെങ്കിൽ അത് വ്യത്യാസം വരും. ചെറിയ ഫ്രോസൺ ഷോൾഡറാണെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഞാൻ വേറെ ചികിത്സകളൊക്കെ ചെയ്തു, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം ഇതിനകത്ത് ഇത് വെച്ച് എനിക്ക് കുറച്ചല്ലേ ഇടാനൊക്കത്തുള്ളൂ. 3 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ആയിട്ട് ചെറുതെ ഇടാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ ആ എക്സർസൈസ് ഞാൻ പറയാം. പിന്നെ ആ ഡോക്ടർ എനിക്ക് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കൈയൊന്ന് തിരിയണം. ഇങ്ങനെ തിരിഞ്ഞു പോയി ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ജോലി വെറുതെ തരിക. രാവിലെ എന്നിട്ട് പണി കാണിച്ചു ഇങ്ങടാണ്. ഇപ്പോൾ ഈ തിരിയുള്ളതാണ്. ഈ ഹ്യൂമറസിന്റെ ഹെഡ്, ഈ കൈയിന്റെ അസ്ഥിയുടെ തലഭാഗം ഇങ്ങനെ ഇങ്ങനെ വന്നു. ഇങ്ങനെ തിരിവിനാണ്. തിരിയുമ്പോൾ തോറ്റും ആ ഓസ്റ്റിയോപൈറ്റ് കുറെ ചൂടൊന്നുമില്ല. അതെ, കുറെ കഴിഞ്ഞപ്പോൾ എടുക്കുമ്പോൾ ആ സാധനം കുരിപ്പ് കാണില്ല. ഇതാണ് മനസ്സിലായി. ഇതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കുളിക്കാൻ പറ്റൂല. വെള്ളം കുളിച്ചാൽ ധൃതിയൊന്നുമില്ല. നമുക്ക് ഒരു 10 ദിവസം കൊണ്ടേ കൊള്ളിച്ചാൽ മതി. അതെ, കൈ ഇങ്ങനെ പിടിക്കും. ഈ പൊക്കലിനോട് ചേർത്ത് അമർത്തി കൂളിലോട്ട് ട്രക്കിങ്. ട്രക്കിങ് എക്സസൈസ്. പിന്നെ പെയിന്റ്